അമ്മയുടെ റൂമിന്നല്ലേ? ഓ, വല്ലപ്പോഴും ഭക്തിഗാനം കേട്ടോണ്ടിരുന്ന ആളാ. ഇപ്പൊ നോക്കിയാണ് കൊച്ചമ്മ അടിച്ച് പൊളിക്കട്ടെ. ഞാൻ എന്തായാലും പോയി നോക്കിട്ട് നോക്കട്ടെ. സുരഭി പോയ സ്ഥിതിക്ക് ഞാനും കൂടെ ഒന്ന് ചെന്ന് നോക്കാം. എന്തോ നാണമെന്ന് അറിയണമല്ലോ. അമ്മക്ക് എന്ത് പറ്റി? അമ്മ 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 നോക്കി. കൊച്ചമ്മ എന്ത് പറ്റിയത്? എന്തോ കൊച്ചമ്മ എന്തോ അമ്മ പറ്റിയത്? എന്താടാ അമ്മ ഈ പ്രായത്തിൽ കൊച്ചു പിള്ളേർ പോലെ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നടു ഉളുക്ക് എവിടെയെങ്കിലും ഇരിക്കും. നടു ഉളുക്കത്തുമില്ല, എവിടെ ഇരിക്കത്തുമില്ല. മനസ്സിലായോ? എന്ത് പറ്റി? അയ്യോ, എന്ത് കൊച്ചമ്മ? മനുഷ്യരത് സന്തോഷിക്കാൻ സമ്മതിക്കില്ല. അതന്നെ കാര്യം പറയാം. കൊച്ചമ്മ ഇങ്ങനെ സന്തോഷിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്തോ കാര്യമുണ്ട്. ഞാനൊരു യാത്ര പോകുന്നു. യാത്ര പോണ? എങ്ങോട്ട്? അത് ഒരു യാത്ര ചിലപ്പോ കാശിയിലോ വല്ലോ ആയിരിക്കുമല്ലേ? രാമേശ്വരത്തോ? കാശിയും രാമേശ്വരം ഒന്നും അല്ല. ഓ, ഇപ്പൊ എനിക്ക് പിടികിട്ടി. പെരുമ്പാവൂരത്തെ സരസ്വതി കൊച്ചമ്മയുടെ അവിടെ. പെരുമ്പാവൂരും കൊച്ചമ്മയും ഒന്നും അല്ലടാ. ഇത് ഒരു അച്ചാറ് കമ്പനിയിലേക്കുള്ള ഒരു യാത്രയാണ്. അച്ചാർ കമ്പനിയിലേക്കോ? എനിക്കിപ്പോ അച്ചാർ കമ്പനി കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം പറ്റും. അതുകൊണ്ട് ഞാൻ ഇല്ല. അയ്യോ കഷ്ടം, നിന്നെ കൂടെ കൊണ്ടുപോകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഞാൻ വരുന്നില്ലേ? ഇല്ല. എനിക്ക് ബസ്സിൽ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ഛർദിക്കാൻ വരും കേട്ടാ. ഇത് കാറും ബസ്സും ഒന്നും അല്ല. നിന്റെ കൊച്ചമ്മ പോകുന്നത് വിമാനത്തിലാ. വിമാനത്തിലാ? വിമാനത്തിൽ എങ്ങോട്ട് പോകുന്നത്? എങ്ങോട്ട് കൊച്ചമ്മ പോണെന്ന് പറ കൊച്ചമ്മ. ബാംഗ്ലൂരൊക്കെ ആയിരിക്കും അല്ലേ? ഞാൻ പോകുന്നത് ദുബായ്. ദുബായിലേക്കാണ് ഞാൻ പോകുന്നത്. മനസ്സിലായോ? ഒരു അച്ചാറ് കമ്പനിയിലെ സന്ദർശനത്തിന് വേണ്ടിയാണ് പോകുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന്, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ദുബായിലേക്ക് പറന്നങ്ങ് പോവും. സത്യമായിട്ടും ദുബായിലോട്ട് തന്നെ? പിന്നെ കള്ളത്തരത്തിൽ ദുബായ് പോരൊക്കത്തില്ല, സത്യമായിട്ടേ പോരൊക്കത്തുള്ളു കേട്ടോ. അയ്യോ കഷ്ടം, ഒരാളെ കൂടെ കൊണ്ടുപോകാമായിരുന്നു. അല്ല ഇപ്പൊ ഇവിടെ എല്ലാവരും തിരക്കല്ലേ അമ്മ, ഞാൻ മാത്രല്ലേ? നിനക്ക് ഏതാണ്ട് വണ്ടി കയറിയാ ഛർദിക്കുമെന്നോ തല കറങ്ങുമെന്നൊക്കെ പറഞ്ഞത്. അല്ല അത് കാറിലും ബസ്സിലും, എനിക്ക് വിമാനത്തിൽ കുഴപ്പമില്ല. അല്ല കാറിലും ബസ്സിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വിമാനത്തിൽ ശ്രദ്ധിച്ചിരിക്കും. അങ്ങനെ ഒരു കുഴപ്പമില്ല. എത്ര പേര് എനിക്കറിയാം. പിന്നെ ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കൊച്ചമ്മ പിന്നെ ഈ സുരഭിയും ലക്ഷ്മി കുഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുണ്ടല്ലോ. കൊച്ചമ്മ നിർബന്ധിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ കൂടെ വരാം. ഒന്നാമത് കൊച്ചമ്മയ്ക്ക് അവിടുത്തെ ഫുഡ് ഒന്നും ശരിയാവില്ല. അറബികള് ഒട്ടകം അതെല്ലാം കൂടെ അവിച്ച് അത് പറ്റൂല. ഞാൻ വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞ് അടുപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാമല്ലോ. അതെ, പ്ലെയിനിൽ വെച്ച് തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഏത് ഫുഡ് വേണം ഞാൻ റെഡിയാക്കി തരാം കൊച്ചമ്മ. നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? ആര് കൊച്ചമ്മ? ആര് കൊച്ചമ്മേ? പാസ്പോർട്ട് ഉണ്ടോന്ന്? അതൊന്നും ഉണ്ടോ? പഴയ ഒരെണ്ണോ കൊച്ചമ്മ? എലി ചെറുതായിട്ടൊന്ന് കരണ്ടേ, അത്രേ ഉള്ളൂ. കുറച്ച് ഭാഗം അത്രേ ഉള്ളൂ. എന്റെലുണ്ടമ്മ. ഉണ്ടാ? ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. 48 മണിക്കൂർ സമയമുണ്ടല്ലോ. കാര്യം എന്താ നിനക്ക് മനസ്സിലായോടാ? അച്ചാറ് കമ്പനി നടത്തുന്നു ഷേക്ക്. അദ്ദേഹത്തിന്റെ അച്ചാറ് കമ്പനിയാണ്. അപ്പൊ ആ അച്ചാറ് കമ്പനിയില് ഇതേ കമ്പനി നടത്തി പരിചയമുള്ള പ്രഗത്ഭരായ ആൾക്കാരെ വിളിച്ചു വരുത്തി നമ്മുടെ രീതികളും മനസ്സിലായില്ലേ, മറ്റുള്ള എല്ലാ വിശദവിവരങ്ങളും അവരെ നമ്മൾ പറഞ്ഞ് ധരിപ്പിക്കുക. അതിന് പ്രമുഖരും പറയാൻ സംസാരിക്കാൻ കഴിവുള്ളവരെ വിളിക്കണ്ടേ? നിന്നെ കൊച്ചമ്മ പോകുന്നത്. അമ്മ ഈ ദുബായിൽ ഇപ്പോഴത്തെ രാജാവാരമ്മ? ഔട്ടം തിരുനാൾ മഹാരാജാവ്. എന്ത് അവിടെ വരെ ഔട്ടം തിരുനാൾ വന്നറിയാം. നമുക്ക് പോവാമ്മ, ഞാൻ റെഡിയാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. രശ്മി കുഞ്ഞിനെയും കൂടെ ഈ വിവരം അറിയിക്കണം. എനിക്കും കൂടെ പോകാൻ പറ്റിയില്ലെങ്കിലും വേറെ ആരും അങ്ങനെ ദുബായിലേക്ക് വണ്ടി കയറണ്ട. പ്രശോഭേട്ടാ, മുത്തോണ്ണൻ എന്നോട് ഈ കാര്യം പറഞ്ഞ ശേഷം എനിക്ക് കയ്യും വരുന്നില്ല കാലും വരുന്നില്ല. അയ്യോ, കഴിക്കുന്നു ഒന്ന് പോകണ്ട. ഒരു ആലങ്കാരികമായിട്ടൊരു കാര്യം പറഞ്ഞതാണ്. എന്തായിരുന്നാലും ദുബായ് ഗവൺമെന്റിന്റെ ചെലവില് 2 പേർക്ക് അവിടെ പോവാം.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അല്ല സുരഭി എന്നെ പോവും. മുത്തുണ്ണ ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ. അയ്യോ ചങ്കിക്കൊള്ളുന്ന വർത്താനം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. സുരഭിയെ പോവുള്ളൂ. എടി ഗവൺമെന്റ് തെരഞ്ഞെടുത്ത 5 വനിതാ സംരംഭകരിൽ അമ്മ ഉൾപ്പെട്ടിട്ടിരിക്കുന്നതിന് നീ അഭിമാനിക്കല്ലേ വേണ്ടത്? സത്യം. ഈ ടെൻഷൻ അടിക്കണേതിന് അഭിമാനമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാ എന്നെ കൂടെ കൊണ്ടുപോകാൻ പറ. അല്ലെങ്കിൽ പ്രശോഭേട്ടനും കൂടെ പോ. അതെങ്ങനെ ശരിയാവും? കമ്പനി രണ്ടുപേരും മാറി നിന്നാ പിന്നെ അതാരും നോക്കും? പട്ടി കുഞ്ഞിനെ വിളിച്ചതാ. അയ്യോ, പട്ടിയിട്ട് പുല്ല് തിന്നൂല്ല, പശുവിനെ തീറ്റിക്കത്തുമില്ല എന്ന് പറഞ്ഞു വന്നതാ. എന്തോന്നത്? ഇതിലാരാണ് പട്ടി ആരാണ് പുല്ല്? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പ്രശോഭേട്ടാ, ഞാനും കൂടെ അമ്മയുടെ കൂടെ പോകുന്നതായിരുന്നു ശരി അല്ലേ? അതാ അതെങ്ങനെ ശരിയാവും? കൊച്ചിന്റെ പഠിത്തം ഇല്ല ഇവിടെ. കൂടെ കൊണ്ടുപോകണം. അപ്പൊ പിന്നെ എല്ലാരും നോക്കും. അല്ല, എന്നാ പ്രശോഭേട്ടനും കൂടെ പോ. അപ്പൊ തന്നെ 4 പേരായില്ലേ? ആകെ 2 പേർക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ? പക്ഷേ കൊച്ചമ്മ എന്റെ അടുത്ത് പോകാനായിട്ട് ഒരുപാട് നിർബന്ധിച്ചു. പക്ഷെ ഇനി പോയില്ല. പാസ്പോർട്ടിന്റെ ലാസ്റ്റ് പേപ്പറും കൂടെ കാണിച്ചിട്ട് ഏരി ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ. എന്ത് ചെയ്യൂന്നാണ്. ഇനിയിപ്പൊ എന്താ വഴിന്ന് പറ. ഒറ്റ വഴിയേ ഉള്ളൂ. കൊച്ചമ്മയെ കയ്യിലെടുക്കണം. ഞാൻ ഒറ്റയ്ക്കാ? അയ്യോ എന്റെ പൊന്നെ, കയ്യിൽ കോരിയെടുക്കാനല്ല പറഞ്ഞത്. കൊച്ചമ്മയെ എങ്ങനെ സോപ്പിട്ടെടുക്കണോന്ന്. എന്ത് കാര്യത്തിനും കൊച്ചമ്മയുടെ കൂടെ ലക്ഷ്മി കുഞ്ഞുണ്ടാവുമെന്ന് കൊച്ചമ്മയ്ക്ക് ബോധ്യപ്പെടണം. അപ്പോഴും ഓക്കെ. അങ്ങനെന്നുണ്ടെങ്കിൽ ലക്ഷ്മി നീ കൂടെ വാ എന്ന് കൊച്ചമ്മയെ കൊണ്ട് പറയിപ്പിക്കണം. ശരിക്കും? ശരിക്കും. അത് ഞാൻ ശ്രമിക്കണം. ഇപ്പൊ പറഞ്ഞ ഈ കാര്യത്തിൽ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീ ഇന്ന് മുതൽ അമ്മയെ സൂചിപ്പിച്ചു തുടങ്ങി. അപ്പൊ ഇന്ന് മുതൽ ഓപ്പറേഷൻ സോപ്പ്. അതേത് കളി നിൽക്കുന്നത്? ആലങ്കാരികം. ഓക്കെ. അപ്പൊ ഞാൻ താഴോട്ട് നിൽക്കാം. ഓപ്പറേഷൻ എന്നാ ചെല്ല്, സോപ്പ് എടു. എന്റെ അമ്മോ, ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മ? അയ്യോ എന്റെ പൊന്നോ കളയ നല്ല വേദനയുണ്ട്. വേദനയാ? എപ്പോഴാ? നീ ഇങ്ങനെ തിരിച്ച ഉടനെ വേദന പോവോ? ഇല്ലേ, പെട്ടെന്ന് പോ. നീ 1 മുഴം മുമ്പേ എറിഞ്ഞല്ലടി. കുറച്ച് സുഖമുണ്ട്. ആരിയ്ക്കുന്നു ഇന്നല്ലേ കുറെ കാലത്തിന് ശേഷം. എന്തോന്നാ ഇത്? ഏത് നീ ചെയ്യുന്നത്? അയ്യോ പാവം അമ്മ. അമ്മയ്ക്കാണെങ്കിൽ കാലോട്ട് കൊറേ നേരം കൊണ്ട് പാവ അവളിരുന്ന് തിരുമുന്നത് നല്ല തടയി കൊടുക്കാം. ഇത് വലത് കാലല്ലേ? വലത് കാലിന് എന്തൊരു കുഴപ്പം? ഞാൻ തിരുമാൻ വെച്ചിരുന്ന കാലം ഇത്. അത് ശരി. അപ്പൊ അങ്ങനായോ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ അതിന്റെ പേര് വഴക്ക് വേണ്ട. നീ തന്റെ അടുത്ത കാലൊക്കെ തിരുമിക്കോ. അമ്മക്ക് ഈ കാലിന് വേദനയുണ്ടാ? എല്ലാം സർവത്ര വേദനയാ. പിന്നെ പോരാക്കി ഇപ്പൊ കുറച്ച് കൂടി വേദന. ഞാൻ തിരുമാമ്മ. എന്തോന്ന് കാണിക്കുന്നത്? അമ്മ കാൽ തടവണ ഞാൻ കണ്ടില്ലേ? ഞാനും തടവാൻ തന്നെ ഇരുന്നേ. കാല് അയ്യോ. അതെ, തടവുന്നതൊക്കെ കൊള്ളാം. നോക്കിയും കണ്ടും തടവില്ലെങ്കിൽ ഞരമ്പ് ദാ ഇങ്ങനെ കയറി പിണയും. പിന്നെ അമ്മയ്ക്ക് അവസാനം നടക്കാൻ പറ്റാതെ ആക്കരുത്. ഞാൻ ഇന്നും ഇന്നലെ അല്ല തുടങ്ങിയത്. അല്ല, നിനക്ക് തടവിനെ പറ്റിയൊക്കെ അറിയാവോ? അറിയാവോന്നോ? ഞങ്ങള് ഭയങ്കര തടവ് ഫാമിലി അമ്മ. അപ്പനപ്പൂപ്പന്മാരൊക്കെ ഭയങ്കര തടവുകാരാ. ഈശ്വരാ, ഇത്രയും കാലമായിട്ട് ഇങ്ങനെ തടവ് ഫാമിലിയെ കുറിച്ച് ഇന്ന് ആദ്യമായിട്ട് അറിയുക. ഏത് ജയിലില്? ജയിലില്. അല്ല, നീ ജയിലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. നിന്റെ ഏതോ ചിറ്റപ്പന്റെ മോനോ ദുബായിലെ ജയിലിലാണെന്നൊക്കെ കേട്ടല്ലോ. അവരിറങ്ങിയാ? ജയിലിലാണ്. സൂപ്രണ്ടോ വാർഡനോ അങ്ങനെ എന്തോ ആണ്. ഭയങ്കര പിടിപാടാ അവർക്ക് അവിടെ. പക്ഷേ അങ്ങനെ അല്ലാട്ടോ നാട്ടിൽ ഇങ്ങനെ കഥ പോകുന്നത്. പിന്നെ എന്തിനാണ് കേട്ടത്? അപ്പൊ ചിറ്റപ്പന്റെ മോന് മദ്യപിച്ചേതോ ഷെയ്ക്കിനെ അടിച്ചെന്നോ കഞ്ചാവ് കൈവശം വെച്ചെന്നോ അവരൊക്കെ കൂടെ പിടിച്ച് ജയിലിലിട്ടെന്നോ ഇങ്ങനെയൊക്കെയാണ് നാട്ടുകാർക്ക് പലതും പറയാ. കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു ചിറ്റപ്പൻ. ഞാനും അമ്മയും കൂടെ ദുബായി പോണെന്ന് അറിഞ്ഞപ്പോ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അയ്യോ, ഇങ്ങനെ കിടന്ന് ഞെക്കാതെ. അതെ, അമ്മയെ കാലൊടിക്കരുത്. അമ്മയ്ക്ക് ദുബായി പോകണതാണ്. അതെനിക്കറിയാട്ടാ. അമ്മയ്ക്കല്ല എനിക്കും കൂടാ. അമ്മ ഉച്ചക്ക് ഭക്ഷണത്തിന് മുമ്പുള്ള മരുന്ന് കഴിച്ചായിരുന്നോ? അയ്യോ, അത് നീ ഓർത്തത് നന്നായി കേട്ടോ. കഴിച്ചില്ല. കണ്ടാ അമ്മയുടെ മൂത്ത മരുമോളായിട്ട് ആദ്യം കേറി വന്നത് ഞാനല്ലേ. പിന്നെ അപ്പൊ ആര് മറന്നാലും എനിക്കത് മറക്കാൻ പറ്റുമോ? ഒരിക്കലും. കണ്ടാ, ഇതാ പറയുന്നത്. അമ്മയുടെ കൂടെ ഞാനില്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് ദുബായി പോകുമ്പോ അമ്മ ഞാനും കൂടെ വന്നേ പറ്റൂ. അതെങ്ങനെയാ?
ഞാനും അമ്മയല്ലേ ദുബായി പോകുന്നത്. ആ പിന്നെ ഞാനിവിടെയല്ലേ പോണേ. അല്ല ഞാൻ പറയാം, കാര്യം പറയാം. 2 ദിവസം കൂടെ സമയമുണ്ട് നമുക്ക് മറുപടി പറയാനേ. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് പറയാം. മതി അമ്മ. രണ്ടുപേർക്കേ പോവാൻ പറ്റും. ആ 2 പേരും ഞാനും അമ്മയും കൂടെ പോവും. ഞാനും അമ്മയും കൂടെ പോവാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അമ്മ 2 ദിവസം കഴിഞ്ഞ് പറയും. കാണാം. കാണാം. അയ്യോ, ഈശ്വര, ഒരു ദുബായ് എന്നൊരു രാജ്യം ഉള്ളോണ്ടാണേ ഒരു ദിവസം മരുന്നിടിയിൽ നടന്നത്. അമ്മ എന്തു പറയുന്നു? ഇയാളുടെ കാര്യത്തില് തീരുമാനം വല്ലതും എടുത്തോ അമ്മ? തീരുമാനം എടുക്കാനേ ഇവിടെ ലക്ഷ്മി ചേച്ചി വരുന്നു പറഞ്ഞ് നിൽക്കും അമ്മയുടെ അടുത്ത്. പിന്നെ എന്ത് ചെയ്യും? എന്തായാലും ഞാൻ പോയി കഴിഞ്ഞാലേ അണ്ണനെയും കൂടെ കൊണ്ടു. എനിക്കറിയാം നീ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. അല്ല, ഇത് എന്റെ പാസ്പോർട്ടല്ലേ, ഇതെന്തിനാ കൈ പിടിച്ച് വെച്ചേക്കുന്നത്? അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ പോണെങ്കിൽ അണ്ണനെ കൊണ്ടേ പോകുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പഴേ എടുത്ത് വെച്ചിരിക്കുക. സുരഭി, നീ ഇത് ചുമ്മാ എടുത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ദുബായ് അവിടെ ആകെ 2 പേർക്കുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റി സെറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ വരാൻ വേണ്ടിട്ടാ. മറ്റേ പ്ലെയിന്റെ കാര്യവും അവിടുത്തെ കാര്യങ്ങളൊക്കെ മൊത്തം ഞാൻ ഏറ്റെണ്ണ. അതൊന്നും ഓർത്താണ് വിഷമിക്കുക. എന്റെ ചെലവ് എങ്ങനെ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ നമുക്ക് പോവാൻ പറ്റിയാൽ മതിയായിരുന്നു. എങ്ങനെയും അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണ് നല്ല രാജ്യങ്ങളിലൊക്കെ പോയി കറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഇതൊന്നും സെറ്റ് ആയിട്ടില്ല. അതൊക്കെ ഓക്കെ. ദുബായിൽ എത്തിയിട്ട് ബുർജ് ഖലീഫ ഒന്നും നേരിട്ട് കാണണമെന്നും വലിയ ആഗ്രഹമാണ്. അതാണ് അണ്ണന്റെ കൂട്ടുകാരനാ ഏത് ബുർജ് ഖലീഫൻ? സുരഭി, അത് ദുബായിലെ ഏറ്റവും വലിയ കെട്ടിടമാണ് ബുർജ് ഖലീഫ. അതെനിക്ക് അറിയത്തില്ല ഇത്ര നാളായിട്ട്. ഓ അത്. അതുപോലെ അമ്മയ്ക്ക് തന്റെ അടുത്ത് ഈ അടുത്തായിട്ട് അത്യാവശ്യം സെന്റിമെന്റ്സ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് നല്ല സ്നേഹം ഇപ്പൊ. പിന്നെ ഈ ലക്ഷ്മിച്ചി പോവാൻ വേണ്ടി കട്ടയ്ക്ക് നിക്കുവാ അണ്ണ. എന്ത് ചെയ്യോ എന്തോ. നമുക്കൊരു കാര്യം ചെയ്താലാ? അമ്മക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലും നമുക്ക് മേടിച്ചു കൊടുത്താലാ? ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുക്കും. സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അമ്മ സോപ്പിടാൻ വേണ്ടിട്ടായിരിക്കും. സോപ്പിടാൻ വേണ്ടിട്ടൊന്നുമില്ല, എന്നാലും മേടിച്ചു കൊടുക്കാനുള്ള ഇച്ചിരി പൈസ ഒക്കെ എന്റെ കയ്യിലുണ്ട്. പൈസ നോക്കണ്ട, നമുക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. ശരി, പോകാൻ പറ്റിയാ മതിയായിരുന്നല്ലേ അണ്ണാ? പോകും. വാ. ശരി ചെന്നമ്മ. എങ്ങനെയുണ്ടമ്മ? തരക്കേടില്ല. പരക്കേടില്ലെന്നല്ല, സൂപ്പർ ആയിട്ടുണ്ട്. അമ്മയ്ക്ക് അല്ലേലേ ഇതുപോലത്തെ വേഷങ്ങളാ ചേരുന്നേ. ഈ സാരിയൊക്കെ വലിച്ചു വാരി എടുക്കുന്നേക്കാട്ടിലും. അയ്യോ, ഈ ഫോട്ടോ നോക്കി. ഇതെന്തോ വേഷം അമ്മ? എന്തപ്പോ ഈ വേഷത്തിന് കുഴപ്പം? എനിക്കിഷ്ടായി. അയ്യോ, എന്റെ അമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് കോട്ടൺ സാരികളും പിന്നെ നേരിയ കസവും ഞങ്ങൾ വാങ്ങിച്ചു. അതിശയമായിരിക്കുന്നല്ലോ. അയ്യേ, കോട്ടൺ സാരിയാ? അതിന് അമ്മ അവിടെ പങ്കെടുക്കാൻ പോകുന്ന ദുബായിലെ ഓണപരിപാടിക്കല്ല, നല്ല ഇന്റർനാഷണൽ ലെവലുള്ളൊരു പരിപാടിയിലേക്കാ. അപ്പൊ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ. അല്ലാതെ ചപ്പടാച്ച സാരി ഉടുത്തിട്ടൊന്നും അല്ല പോണ്ടത്. ഇതുപോലത്തെ അടിപൊളി ടിപ് ടോപ്പ് വേഷം ധരിച്ച് തന്നെ വേണം പോവാൻ. നമുക്ക് കേരള സ്റ്റൈലൊക്കെയാണ് ഇഷ്ടം അല്ലേ അണ്ണാ? പിന്നെ അല്ല, ഈ നമുക്ക് എന്നുദ്ദേശിച്ച ആരെന്ന് മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇല്ല. എനിക്കും അമ്മയ്ക്കും പ്രതീക്ഷ അണ്ണന്. കേട്ടിട്ടുണ്ട്. അല്ല പിന്നെ ഞാൻ ചിരിക്കാതെ ഇപ്പൊ എന്താ പറയാനാ? എന്റെ പൊന്നു പിള്ളാരെ, ഇങ്ങോട്ട് നോക്കിക്കേ. ഞാൻ അങ്ങോട്ട് പോകുന്നത് ഒരു ഇന്റർനാഷണൽ മീറ്റിംഗിൽ പങ്കെടുക്കാനാ. മനസ്സിലായില്ലേ? 2 പേർക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള ക്ഷണമുണ്ട്. അതിപ്പോ എന്റെ കൂടെ ഒരാള് കൂട്ട് വരണം. അത് എന്റെ കൂടെ ആവശ്യമാണല്ലോ. അതിപ്പോ ആര് വേണമെന്നൊക്കെ ഉള്ളത് ഞാൻ നാളെ ആലോചിച്ച് പറയാം. നിങ്ങൾ തമ്മിൽ കിടന്ന അതിന്റെ പേരിൽ തർക്കമൊന്നും വേണ്ട. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമകളെ തന്നെ ആയിരിക്കുമല്ലോ അമ്മ കൊണ്ടുപോവുക. അതെ, അമ്മ അത് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുകയും ചെയ്യും. പിന്നെ എന്നെ എന്താ തവിട് കൊടുത്തു വാങ്ങിച്ചതാ? മീൻ കൊടുത്തതായിരിക്കും എന്റെ അമ്മ. അതെ, എല്ലാരും കൂടി ഇങ്ങനെ ബാണ്ടവും കെട്ടി തൂക്കി അങ്ങ് ദുബായിക്ക് പോകാൻ പറ്റുമോ? നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, സമാധാനപ്പെട്, ഒന്ന് ചിന്തിച്ചോട്ടെ, ഒന്ന് ആലോചിക്കാനുള്ള സമയം എന്താ? ഞാൻ സമാധാനപ്പെട്ടിരിക്കാം അമ്മ. അമ്മ എന്നാ പ്രശോഭേട്ടനെ കൂടെ കൊണ്ടുപോ. ഞാനും മോളും കൂടെ നമ്മുടെ ചെലവിലങ്ങ് വന്നേക്കാം. ഇപ്പൊ ചെലവിന്റെ കാര്യത്തിലാണോ പ്രശ്നം? ഞാനും അമ്മയും പോകുന്നുണ്ട്. പ്രതീക്ഷയുടെ ചെലവിലും വരുന്നുണ്ട്. അതാ ഞാൻ ഇപ്പൊ പറഞ്ഞേ. ഇപ്പൊ പ്രശോഭേട്ടൻ പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക, ഇതെല്ലാരും ഇവിടെ അങ്ങ് പോയാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കുമെന്നാ? മുത്തുവണ്ണൻ നമ്മുടെ കമ്പനിയുടെ വീടിന്റെ എല്ലാം കൂടെ. ഒരു കാര്യം ചെയ്യ്, അവന്റെ ചെലവിൽ അവനും കൂടെ അങ്ങ് പോരട്ടെ. വീടും പൂട്ടിപ്പാ. എന്താ പിള്ളാരെ നിങ്ങൾ ഈ കിടന്നോണ്ട് ഈ പറയുന്നത്? ഒരു മീറ്റിങ്ങിന് പോകുന്ന കാര്യത്തിനാണ് ഇത്രയും ബഹളം?
അമ്മ ആലോചിച്ച് തീരുമാനം എടുത്താ മതി. അതന്നെ. നാളെ പറയണേ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മരുമകൾ എന്ന നിലയിൽ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും അല്ലേ പ്രതീക്ഷ? ഞാനും അനുസരിക്കും. പിന്നെ എല്ലാരും ഇവിടെ അനുസരണയുടെ മൂർത്തിമത് ഭാവങ്ങളാ. ആരാ അനുസരിക്കാത്തത് അമ്മേ? കൊടുക്കണ്ട. അമ്മ വാങ്ങിയാലും സന്തോഷം. ലവ് യു അമ്മ. താങ്ക് യു മക്കളെ. എന്നാ പിന്നെ പോട്ടാ അമ്മ. എനിക്ക് വയ്യ. പോട്ടാ. ചെല്ലു മോളെ. അമ്മ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. പറയാം നാളെ തന്നെ പറഞ്ഞ. ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു 1-2 ഫോട്ടോയും കൂടെ എടുക്കണം. ഫോട്ടോഗ്രാഫർ ഒന്നിക്കും. അമ്മേ 1-2 ഫോട്ടോയും കൂടെ എടുത്താലോ? എന്റെ പൊന്നുമക്കളെ, എടുത്തിടത്തോളം മതി, കേട്ടിടത്തോളം മതി. പോയച്ചാ എന്നാ ഞാനിത് എഡിറ്റ് ചെയ്ത് അയച്ചു. പിന്നെ കൊള്ളാം. അയ്യോ, ഇനി ഫോട്ടോ എടുക്കാത്ത കുഴപ്പമേ ഉള്ളൂ, ബാക്കിയെല്ലാം തികഞ്ഞിരിക്കുക. ഇതിപ്പോ ഓരോന്നായിട്ട് കൊണ്ടുവച്ചേക്കുന്നു ഇത്ര നേരത്തെ. ഇതെന്ത് പറ്റി? അല്ല, കൊച്ചമ്മക്ക് ഇപ്പോഴേ വിളമ്പേണ്ട കാര്യമില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. അപ്പൊ അത് എന്റെ കൈ കൊണ്ട് തന്നെ വിളവി കൊടുക്കണം. അല്ല, സുരഭി എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കൊച്ചമ്മയ്ക്ക് വേണ്ടി? അവൾ ഉണ്ടാക്കിയത് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ അമ്മയ്ക്ക് കൊടുത്ത് വയറ് നിറയ്ക്കും. അവളവിടെ പോയി ഇലയെ തന്നെ ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇല വെട്ടാൻ പോയി. അയ്യേ, മഴയൊക്കെ പെയ്ത് ഇലയൊക്കെ ബ്ലേ. എന്താന്ന് പ്ലേ? ഒന്നുമില്ല, ഇലയ്ക്ക് തുല്യ ഇല തന്നെ. ഇത്തിരി ചൂടുകൊണ്ടിട്ട് കഴിയാൻ എല്ലാം അങ്ങ് പോകും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. ഓ, എന്തേലും ആട്ടോ. അയ്യോ, അയ്യോ, എന്തു പറ്റിയമ്മ? അയ്യോ, ഒന്നുമില്ലേ. എന്ത് കാണിച്ചേ? ഓ, എന്റെ എന്ത് വെച്ചമാ? ഇതെന്താ ഇത്? ഒന്നുമില്ല. എന്റെ ബ്ലൗസിന്റെ ഹുക്ക് ഞാനൊരു സൂചിയും നൂലും എടുത്തൊന്ന് തയ്ക്കാൻ നോക്കിയത്. അപ്പൊ ആ സൂചിയുടെ അറ്റം ഒന്ന് ചെറുതായിട്ട് കൊണ്ടുപോകും. ഓ, ഒന്ന് സൂക്ഷിക്കണ്ടേ അമ്മ? വെല്ല ഇരുന്നേ മുത്തോണ്ടാന്ന് മാർക്കേ കാണിച്ചേ. ഇല്ലല്ല, പോയി. ഷോ, പോയി. ചെറുതാണെങ്കിലും വലിയ മുറിവാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോണോ? വലിയ മുറിവാണ്. ഇല്ല, ഹോസ്പിറ്റലോ? എന്തൊക്കെയാ കൊച്ചേ നീ പറയുന്നത്? ഒരു സൂചി കൊണ്ടതിന് ഹോസ്പിറ്റലിൽ പോണോ? അമ്മേ, സൂചി കൊണ്ടുള്ള മുറിവാണ് പിന്നെ തൂമ്പ കൊണ്ടുള്ള മുറിവായി മാറുന്നത്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഇത് അല്ലെങ്കിൽ സെപ്റ്റിക് ആവേ. വേണ്ട, തൂമ്പായും കൂടാലിയും ഒന്നും വേണ്ട. ഇത് താനെ കരിഞ്ഞോളൂ. പോയി, ഇപ്പൊ തന്നെ പോയി. അമ്മ, അമ്മയ്ക്ക് ഇനി കൈ കൊണ്ട് വാരി കഴിക്കാൻ പറ്റില്ല. ഞാൻ വാരി തരാം അമ്മയ്ക്ക്. എന്താടാ എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കുവോ? ഞാനത് തന്നെ കഴിക്കുന്നത് എനിക്കൊരു തൃപ്തി. അത് ഞാൻ കഴിച്ചോളാം. നീ അതവിടെ പോയി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ തന്നെ അമ്മയ്ക്ക് വാരി തരും. അമ്മയ്ക്ക് കൈ അനക്കല്ലേ? അത് പോയല്ലോ. ഇല്ലല്ലോ, കൈ അനക്കല്ലേ. അമ്മയ്ക്ക് ഞാൻ വാരി തരാം. കാണിച്ചേ. സാമ്പാർ ഒഴിച്ചില്ല. നല്ല സാമ്പാറുണ്ട്. എന്തോന്ന് വാരി കൊടുക്കുന്നു? അമ്മയ്ക്ക് എന്തോ പറ്റിയത്? അമ്മയുടെ കൈ വയ്യ. എന്ത് പറ്റിയമ്മ? അമ്മയുടെ കൈ മുറിഞ്ഞു. ഒന്നും പറ്റില്ല, ഒന്നുമില്ല. ചുമ്മാ ഒരു സൂചി ചെന്ന് കൊണ്ട് സൂചി കുത്തി കയറിയതാണ്. അമ്മയ്ക്ക് ചോറ് കൈ കൊണ്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വാരി കൊടുക്കും. പിങ്കിമോളെ പ്രസവിച്ച് കിടന്നപ്പോ അമ്മ ഒരുപാട് എനിക്ക് ഉരുട്ടി തന്നിട്ടുള്ളതാ. അതുപോലെ എനിക്ക് ഉരുട്ടി കൊടുക്കണം അമ്മയ്ക്ക്. 13 വയസ്സായി. അപ്പോഴാ ഓർത്തെ. എന്റെ പൊന്നു സുരഭി, ഞാൻ 100 തവണ പറഞ്ഞല്ലേ, ഇല വേണ്ട, പാത്രം മതി കേട്ടില്ലല്ലോ. വേണ്ട. കുഴപ്പമില്ല, പാത്രത്തിൽ കഴിച്ചോളൂ. അമ്മ, ഞാൻ കഴിച്ചോളാം. എന്റെ പൊന്നു മക്കളെ, ഞാൻ കഴിച്ചോളാം. അതെ, എനിക്ക് തന്നെ കഴിക്കും. എനിക്കൊരു തൃപ്തിയാണ്. എനിക്ക് ഉരുട്ടി തരണം അമ്മയ്ക്ക്. അല്ല, നീ ഇങ്ങനെ ഉരുട്ടാതെ എന്നെ ഇട്ടിട്ട് ഞാനങ്ങ് കഴിച്ചാ പോരെ. അമ്മ, ആ കൈ ഇനി നനയ്ക്കരുത്. ഇല്ല, നനച്ചില്ല. അതുകൊണ്ടാ ഞാൻ തന്നെ വാരി തരാം. അമ്മയുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്കോ? അമ്മയ്ക്ക് എനിക്കറിയാം ഇവിടെ എന്താ സംഭവിക്കുന്നേ. എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. സാമ്പാർ എല്ലാം എന്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാ. പിന്നെ കാലുകൊണ്ട് എങ്ങനെയാ ഉണ്ടാക്കുന്നത്? അമ്മ, എനിക്ക് എത്ര ഉരുളയാണ് ഉരുട്ടി തന്നെ. അതുപോലെ എനിക്ക് അമ്മയ്ക്ക് ഉരുട്ടി തരണം. അല്ല, ഞാനിപ്പോ ആരെയും പ്രസവിച്ചൊന്നും കിടക്കുവല്ലോ. നീ അതവിടെ പോയി, ഞാൻ കഴിച്ചോളാം. കൈ വയ്യാത്തതാ അമ്മ. നോക്കി അമ്മ കഴിക്കുന്നില്ല. ഒരു കുഴപ്പവും ഇല്ല. ഇത് പറഞ്ഞില്ലേ അമ്മ? അത് തന്നെ, ഇവിടെ പോയി ഞാൻ കഴിക്കാം. എന്റെ പൊന്നു മക്കളെ, എടാ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എന്താടാ? അല്ല, ഒരു വിവരം പറഞ്ഞായിരുന്നു, അത് വന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. എന്താ വളച്ചു കെട്ടാതെ കാര്യം പറയടാ. അമ്മ, ദുബായ് കമ്പനിയിൽ നിന്ന് ഇപ്പൊ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് മൊത്തം 6 പേരെയായിരുന്നല്ലോ ക്ഷണിച്ചത് അങ്ങോട്ട്, വനിതകളെ. ലാസ്റ്റ് റൗണ്ടില് അമ്മയുടെ പേര് അവര് റിജക്ട് ചെയ്തു. അല്ല, ഈ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കായിരുന്നു ഈ സെലക്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ അവരെ ക്ലോസ് ആയിട്ടുള്ള ഇതില് അമ്മയ്ക്ക് 61 അവരറിഞ്ഞു. ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അവർ അയച്ചായിരുന്നു. അപ്പൊ PSCക്ക് മാത്രല്ലേ, ഇതിന് ഏജ് ഓവർ ഉണ്ടല്ലേ. ഇനിയിപ്പൊ അമ്മ ഒറ്റയ്ക്ക് വാരി കഴിക്കുമായിരിക്കും അല്ലേ? കുഞ്ഞു മുറിവല്ലേ സൂചി കൊണ്ട്. അങ്ങനെ പറ്റൂലെന്നും കണ്ടാ പറഞ്ഞു.
ചെറിയ മുറിവ് മുത്തണ്ണ. അമ്മ വിഷമിക്കൊന്നും വേണ്ട. ഇതിനേക്കാൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി അമ്മയ്ക്ക് ഉടനെ കിട്ടും. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് അടിച്ചു പൊളിക്കാം. അല്ലേ സുരഭി? അതെ, അങ്ങനെ. കൊച്ചമ്മ നോക്കിക്കോ, ഇതിനേക്കാളും നല്ലൊരു അവസരം കൊച്ചമ്മയ്ക്ക് വരും. ഞാനാ പറയുന്നത്. അതൊക്കെ വരുവടാ. പക്ഷെ ഇവിടുത്തെ കാര്യമാ എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. ചോറ് വാരിത്തരാനും കാലിൽ എണ്ണ ഇടാനും ഒരു ദുബായ് വിചാരിച്ചപ്പോ എന്തൊക്കെ പറ്റി. ഞാൻ കഴിഞ്ഞ 61 വർഷമായിട്ട് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം. ദുബായ് പോയതോടെ ആളും അങ്ങ് പോയല്ലോ. ദൈവമേ, എല്ലാം കാണുന്നുണ്ടല്ലോ. അമ്മ, ഇതറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ വിഷമമായത് എനിക്കാ അമ്മ. പ്രതീക്ഷിനെ നിന്നെയും കൂടെ കൂട്ടണമെന്നായിരുന്നു മോളെ എൻ്റെ ആഗ്രഹം. അതൊന്നും കൊണ്ടല്ല, നമ്മുടെ അധ്വാനം നിനക്കറിയാമല്ലോ. ഈ കമ്പനി ഇത്രത്തോളം കൊണ്ടുവരാൻ, അല്ലേ? ഇത്രത്തോളം കൊണ്ടുവരാനുള്ള നമ്മുടെ അധ്വാനം, നമ്മുടെ ഡെവലപ്മെന്റ്സ്, നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ്, ഇതൊക്കെ അവിടെ അവതരിപ്പിക്കാനുള്ള ഒരു നല്ല അവസരമായിരുന്നു ഇത്. അത് നഷ്ടപ്പെട്ടതിലൊരു മനപ്രയാസേ ഉള്ളൂ. ഓട്ടെ സാറ്. അമ്മ വിഷമിക്കണ്ട അമ്മ. അമ്മ വിചാരിച്ചു കഴിഞ്ഞാ ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും ദുബായിലോ അമേരിക്കയിലോ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റൂലേ? അതൊക്കെ പോട്ടെ. എന്നെ മോളെ നീ കണ്ടതല്ലേ, എത്രയോ വലിയൊരു ദേശീയ മത്സരത്തിന് ഇത്രേ അധ്വാനിച്ചിട്ട് ഒരു വലിയ മിടുക്കിക്ക് നഷ്ടപ്പെട്ട മെഡല് വെറും 100 ഗ്രാം വെയിറ്റിന്റെ പേരില, അല്ലേ? നമ്മളൊക്കെ ഭാഗ്യവതികളാ കുഞ്ഞേ. അതെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.